ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ പുതിയ നീക്കവുമായി ഏഥർ എനർജി. കമ്പനിയുടെ പുതിയ EL പ്ലാറ്റ്ഫോമിൽ വികസിപ്പിച്ച ആദ്യ സ്കൂട്ടർ ഓഗസ്റ്റ് 29-ന് അവതരിപ്പിക്കും. ഏഥർ എനർജിയുടെ പുതിയ EL പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്ടോബർ 29-ന് ബാംഗ്ലൂരിൽ നടക്കുന്ന ഏഥർ കമ്മ്യൂണിറ്റി ഡേ 2026-ൽ അവതരിപ്പിക്കും. കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച EL01 കോൺസെപ്റ്റിന്റെ പ്രൊഡക്ഷൻ പതിപ്പായാണ് പുതിയ മോഡൽ എത്തുന്നത്. ഹാൻഡിൽ ബാർ മൗണ്ടഡ് ഹെഡ്ലൈറ്റും വലിയ LEDR റില്ലും ഉൾപ്പെടുന്ന ഡിസൈൻ കോൺസെപ്റ്റിനോട് ഏറെ സാമ്യമുള്ളതായിരിക്കും. 2 കിലോവാട്ട് മണിക്കൂറും 5 കിലോവാട്ട് മണിക്കൂറും ശേഷിയുള്ള ബാറ്ററി പാക്കുകൾക്ക് പിന്തുണ നൽകുന്ന പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്ത റേഞ്ചുകളിലുള്ള വേരിയന്റുകൾ പ്രതീക്ഷിക്കുന്നു. 7 ഇഞ്ച് TFT ഡിസ്പ്ലേ, നാവിഗേഷൻ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് ബ്രേക്കിംഗ് സിസ്റ്റം, ബിൽറ്റ് ഇൻ ഓൺബോർഡ് ചാർജർ തുടങ്ങിയ സവിശേഷതകളും വാഹനത്തിലുണ്ടാകും. വേഗത്തിലുള്ള അസംബ്ലിയും എളുപ്പമുള്ള സർവീസിംഗും ലക്ഷ്യമിട്ട് വികസിപ്പിച്ച പുതിയ സ്കൂട്ടറിന്റെ പ്രതീക്ഷിക്കുന്ന വില 1,30,000 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാട്സാപ്പിലൂടെ വരുന്ന ഫയലുകൾ തുറക്കുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധ വേണം. പുതിയ മാൽവെയർ ആക്രമണത്തെക്കുറിച്ച് സൈബർ സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. വാട്സാപ്പ് ഡെസ്ക്ടോപ്പും വാട്സാപ്പ് വെബും ഉപയോഗിക്കുന്നവരെ ലക്ഷ്യമിട്ട് പുതിയ മാൽവെയർ ആക്രമണം നടക്കുന്നുവെന്ന് സൈബർ സുരക്ഷാ സ്ഥാപനമായ കാസ്പർസ്കി മുന്നറിയിപ്പ് നൽകി. മുൻപ് ഹാക്ക് ചെയ്യപ്പെട്ട വാട്സാപ്പ് അക്കൗണ്ടുകളിൽ നിന്നാണ് തട്ടിപ്പുകാർ വ്യാജ ഫയലുകൾ അയക്കുന്നത്. ഇൻവോയ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പേയ്മെന്റ് റെക്കോർഡ് തുടങ്ങിയ പേരുകളിലുള്ള VBS ഉൾപ്പെടെയുള്ള സ്ക്രിപ്റ്റ് ഫയലുകൾ തുറന്നാൽ മാൽവെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. തുടർന്ന് ഹാക്കർമാർക്ക് ഉപയോക്താവിന്റെ സിസ്റ്റത്തിലേക്ക് റിമോട്ട് ആക്സസ് ലഭിക്കാനും പാസ്വേഡുകൾ, ബാങ്കിംഗ് വിവരങ്ങൾ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ ചോർത്താനുമാകും. പരിചിതമായ കോണ്ടാക്റ്റുകളിൽ നിന്ന് വന്നാലും അപ്രതീക്ഷിത ഫയലുകൾ തുറക്കരുതെന്നും VBS, EXE, BAT, CMD, JS, PS1 പോലുള്ള ഫയലുകൾ വിശ്വാസ്യത ഉറപ്പാക്കാതെ ഉപയോഗിക്കരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശക്തമായ സുരക്ഷാ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്നും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഉടൻ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കണമെന്നുമാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാംസങ്ങിന്റെ പുതിയ മിഡ് റേഞ്ച് 5G സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിലേക്ക്. പ്രീമിയം ഫീച്ചറുകളും 6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും വാഗ്ദാനം ചെയ്യുന്ന ഗാലക്സി M47 5G ജൂൺ 29-ന് അവതരിപ്പിക്കും. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണിയിൽ മത്സരം കടുപ്പിക്കാനൊരുങ്ങി സാംസങ്. പുതിയ ഗാലക്സി M47 5G ജൂൺ 29-ന് ഇന്ത്യയിൽ അവതരിപ്പിക്കും. 6.7 ഇഞ്ച് സൂപ്പർ അമോലെഡ് 120 ഹെർട്സ് ഡിസ്പ്ലേ, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് സംരക്ഷണം എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രോസസറിനൊപ്പം LPDDR5X റാമും UFS 3.1 സ്റ്റോറേജിന് ലഭിക്കും. 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനും ബൈപ്പാസ് ചാർജിംഗ് സംവിധാനത്തിനും പിന്തുണയുണ്ടാകും. ആൻഡ്രോയിഡ് 16 അടിസ്ഥാനമാക്കിയുള്ള One UI 8.5-ലാണ് ഫോൺ പ്രവർത്തിക്കുക. കൂടാതെ 6 തലമുറ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും 6 വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും സാംസങ് ഉറപ്പു നൽകുന്നു. ക്യാമറ വിഭാഗത്തിൽ OIS പിന്തുണയുള്ള 50 മെഗാപിക്സൽ പ്രധാന ക്യാമറ, 5 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാപിക്സൽ മാക്രോ സെൻസർ, 12 മെഗാപിക്സൽ സെൽഫി ക്യാമറ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. ബ്ലേസ് ബ്ലൂ, റോഗ് റെഡ് നിറങ്ങളിലെത്തുന്ന ഫോണിന്റെ വില ലോഞ്ച് ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.